ഹായ് ഡിയേഴ്സ്. അപ്പോൾ നീ നമ്മൾ പാവയ്ക്ക അരിയാനെടുത്തപ്പോൾ അതിനൊരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് അത് കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതും ക്രാഫ്റ്റ് ചെയ്യാനാണോ എന്നൊരു ചോദ്യം. പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ക്യാനാണ്, ഈ ജ്യൂസിൻ്റെ ക്യാനില്ലേ അതാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു, അത് എളുപ്പം മുറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽസും സാധനവും ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് തീരുന്നതിന് മുമ്പ് അത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കുറേ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് കുറേ ക്രിസ്മസ് ഡെക്കോസും ഒക്കെ വിചാരിച്ചു, പക്ഷേ നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു സാധനം ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയെടുക്കാനാണ് കുറച്ച് സമയമെടുത്തു, പെയിൻറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു, അങ്ങനെ ഇത്ര ലേറ്റായിപ്പോയി. എന്തായാലും ഞാനിത് ഇതുപോലെ ഒരു മോൾഡിറ്റ് ക്ലേ വെച്ചിട്ട് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ വുഡിൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ബേസ് അതിട്ട് നമ്മളതിൽ ഫ്ലവറൊക്കെ ചെടിയൊക്കെ നട്ട് വെക്കും, അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അതുപോലെ ഞാനൊരു വുഡിൻ്റെ ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മോൾഡിറ്റ്. പിന്നെ അതുകൊണ്ട് ബ്രൗൺ കളറും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡും ബ്ലാക്ക് ഇതുമൊക്കെ കൊടുത്ത് ഒരു നമ്മൾ വുഡ് മുറിച്ച് വെച്ചേക്കുന്ന പോലെ തോന്നുന്ന രീതിയിൽ ചെയ്തതാണ്. തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ നമ്മളിതിനകത്ത് കുറച്ച് തെർമോക്കോളിൻ്റെ ഇത് വെച്ചിട്ട് കുറച്ച് സാധനം ഇത് പിന്നെയും നമ്മൾ പോയി ട്രീയുടെ അടിയിൽ നിന്ന് കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. താഴോട്ട് കാണത്തില്ലല്ലോ ട്രീ, അങ്ങനെ അടിയിൽ നിന്ന് ഇച്ചിരി ഊരിയെടുത്താണ്, എൻ്റെ വേറെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ അറേഞ്ച്മെൻറ്റ്സും കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം കുറച്ചൊക്കെ ഉണ്ടാക്കിയില്ലേ, ആദ്യം ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് സാധനം ഒത്തിരി ലേറ്റായിട്ട് എനിക്ക് കൈ കിട്ടിയ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, അപ്പോൾ അതെല്ലാം കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. പക്ഷേ ഇപ്പോൾ അതിൽ വന്ന് കുറച്ച് സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഒത്തിരി ലേറ്റായിപ്പോയി കൈ കിട്ടാൻ. എന്തായാലും ക്രിസ്മസ് ഇങ്ങനെ എത്തിപ്പോയില്ലേ, അപ്പം പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന പോലെയൊക്കെ ബാക്കി സാധനങ്ങൾ കൊണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഈ റെഡ് സാധനം ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നടുക്കിരിക്കുന്ന പൈനിന് ഒറിജിനലായിട്ട് അത് ഞാൻ ഇവിടെ ഒരു എടുത്ത് പോയി കളക്ട് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ്, ഞാനൊരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അത്. അപ്പം ബാക്കി പ്ലാസ്റ്റിക് സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയതും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ ഈ ബേസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊരു ഷോ പീസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് സംഭവം കൊള്ളാവോ ഇല്ലയോ എന്ന് അഭിപ്രായം നിങ്ങൾ പറയണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.